ചെങ്കോട്ടയിൽ ചിതറിപ്പോയ ജീവിതങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സീറോ മലബാർ സഭ. 1 ഡസനോളം നിരപരാധികളെ കൊന്ന് ഭീകരർ ഒരിക്കൽ കൂടി അവരുടെ മനുഷ്യവിരുദ്ധത ഭക്തിപൂർവ്വം നിർവഹിച്ചിരിക്കുന്നു. എത്ര വിദ്യാഭ്യാസം നേടിയാലും തകർക്കാനാകാത്തതാണ് മതഭ്രാന്ത് എന്നാണ് അറസ്റ്റിലായ ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും പേരുകൾ ഉറപ്പിച്ചു പറയുന്നത്. അഭ്യസ്തവിദ്യരായ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന വൈറ്റ് കോളർ ടെററിസത്തിന്റെ നാൻപുകളെ കേരളത്തിൽ ഉൾപ്പെടെ നട്ടുവളർത്തുന്നതിൽ നമുക്ക് പങ്കുണ്ടോ എന്നാണ് സ്വയം ചോദിക്കേണ്ടത്. ഏതെങ്കിലും വർഗീയതയെ എതിർക്കുന്നുണ്ടോ എന്നല്ല, എല്ലാ വർഗീയതയെയും എതിർക്കുന്നോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. തന്റെ മതത്തിനും സ്വർഗത്തിനും വേണ്ടി കൊലക്കളമൊരുക്കാൻ വന്നവരുടെ മാനസികാവസ്ഥ നമ്മുടെ പരിസരങ്ങളിലും രൂപപ്പെടുന്നുണ്ടോ എന്നത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഭേദമേതുമില്ലാതെ നാം ചെറുക്കേണ്ടത് തങ്ങളുടെ മതത്തിൽപ്പെടാത്തവർ കൊന്നു തീർക്കേണ്ടവരാണെന്ന പൈശാചിക ചിന്തയുടെ വ്യാപനത്തെയാണ്. വർഗീയതയെ വർഗീയതയെന്നും തീവ്രവാദത്തെ തീവ്രവാദമെന്നും അഭിസംബോധന ചെയ്യാൻ എളുപ്പമല്ല, പക്ഷേ അസാധ്യമല്ല. അതിനെ ഇച്ഛാശക്തിയുള്ള ദേശസ്നേഹികളായ രാഷ്ട്രീയ നേതൃത്വമാണ് വേണ്ടത്. മതമൗലികവാദികൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെയും ബുദ്ധിജീവികളുടെയും സഹായത്തോടെ ഇരവേഷം കെട്ടിച്ച തീവ്രവാദ സംഘടനകൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ആരുടെയൊക്കെ സ്വീകരണ മുറിയിലാണ് ഇരിക്കുന്നതെന്ന് നോക്കിയാൽ മനസ്സിലാകും വോട്ടിനു വേണ്ടിയുള്ള പ്രീണനത്തിന്റെ യഥാർത്ഥ ചിത്രം. ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ലോകമെങ്ങും വേട്ടയാടുന്നവരെ ഇരകളായി ചിത്രീകരിക്കുന്ന പ്രീണനമാണ് അവസാനിപ്പിക്കേണ്ടതെന്ന് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു.